നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് തീർത്തത് ഇന്ത്യൻ പീനൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷകളെക്കുറിച്ചുമൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്ന പേരിൽ നിലവിൽ വന്നിട്ടുള്ള നിയമം, അതായത് നമ്മുടെ പഴയ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്ന നിയമം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പേരിൽ 2023 പുതിയ നിയമം നിലവിൽ വന്നപ്പോൾ അതിലുള്ള വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 531 വകുപ്പാണ് നിലവിലുള്ളത്. എന്നാൽ പഴയ നിയമമായിരുന്ന കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൽ CRPCയിൽ ഉണ്ടായിരുന്ന വകുപ്പുകൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 484 വകുപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന നിയമത്തെ പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. 2023 ഡിസംബർ 25 തീയതിയാണ്. ഡിസംബർ 25 ക്രിസ്മസ് ദിനമാണ്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണ്. ഇനി വീണ്ടും നോക്കിയാലോ, എന്നാണ് ഈ CRPC പാസ്സാക്കപ്പെട്ടതെന്നറിയണം അല്ല. CRPC എന്നാണ് പാസ്സാക്കപ്പെട്ടത്? 1973 CRPC പാസ്സാക്കപ്പെട്ടത്. അപ്പോൾ CRPC പാസ്സാക്കപ്പെട്ടത് 1973 CRPC പാസ്സാക്കപ്പെട്ടത്. ഈ CRPCയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ. CRPC രാഷ്ട്രപതി ഒപ്പുവെച്ചെങ്കിലല്ലേ നിയമം ആവുകയുള്ളൂ. അപ്പോൾ CRPCയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം എന്ന് പറയുന്നത് 1974 ജനുവരി മാസം 25 അപ്പോൾ 1974 ജനുവരി മാസം 25 തീയതിയാണ് CRPCയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച രാഷ്ട്രപതിയുടെ പേര് VV ഗിരിയാണ്. വരാഹഗിരി വെങ്കട്ടഗിരി എന്നുള്ള VV ഗിരിയാണ് അതിൽ ഒപ്പുവെച്ചത്. ഇനി എന്നാണ് ഈ CRPC നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 1974 ഏപ്രിൽ മാസം 1 തീയതിയാണ് അല്ലെ. ഏപ്രിൽ മാസം 1 1974 CRPC നിലവിൽ വന്നത്. അപ്പോൾ CRPCയെക്കുറിച്ച് നമ്മൾ ആദ്യം നോക്കുന്നത് പ്രധാനമായിട്ടും ചില നിർവചനങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് നിർവചനങ്ങൾ എന്ന് നമുക്ക് നോക്കാം അല്ലെ. CRPCയിലെ നിർവചനങ്ങളെക്കുറിച്ച് സെക്ഷൻ 2 പ്രതിപാദിക്കുന്നത്. അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലാണെങ്കിലും സെക്ഷൻ 2 തന്നെയാണ് നിർവചനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കുന്ന നിർവചനം വെച്ചാൽ ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ. എന്ന് വെച്ചാൽ ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളുമുണ്ട്, ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളുമുണ്ട്. ആ കുറ്റങ്ങളുടെ ശ്രേണി തിരിച്ചിരിക്കുന്നതാണ് ഈ സെക്ഷൻ 2A എന്ന് പറയുന്നതിൽ. അതായത് ജാമ്യം അനുവദിക്കേണ്ടുന്ന കുറ്റങ്ങൾ എന്താണ് എന്ന് പറയുന്നുണ്ട്, അതാണ് ബെയിലബിൾ ഒഫൻസ്. ജാമ്യം അനുവദിക്കുവാൻ പാടില്ലാത്ത കുറ്റങ്ങൾ എന്തെന്ന് പറയുന്നുണ്ട്, അതാണ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? CRPC അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 1-ാം പട്ടികയിലാണ് ഇത് രണ്ടും കാണിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ് എന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത നിർവചനത്തിലേക്ക് ഒന്ന് കിടക്കാം. അടുത്ത നിർവചനം എന്ന് വെച്ചാൽ എന്താണ്? കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നു. ഈ കൊഗ്നിസബിൾ ഒഫൻസിനെ പറ്റി പ്രതിപാദിക്കുന്നത് CRPC സെക്ഷൻ 2C അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ 2 സബ്ക്ലോസ് 1 സബ്ക്ലോസ് Gയിലാണ്. സബ്ക്ലോസ് ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണ് കൊഗ്നിസബിൾ ഒഫൻസിൻ്റെ നിർവചനമെന്ന് നമ്മൾ നോക്കിയാൽ മതി അല്ലേ. അതെന്താന്ന് വെച്ചാൽ CRPC പ്രകാരം, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം, അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അതിൻ്റെ 1-ാം പട്ടികയിൽ പെടുത്തിയിരിക്കുന്ന കുറച്ച് കുറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതുപ്രകാരം വാറന്റ് കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കുമെങ്കിൽ അത്തരം കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് വാറന്റ് കൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിക്കോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അല്ല, എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നോൺ കൊഗ്നിസബിൾ ഒഫൻസ് എന്താണെന്ന് നോക്കാം അല്ല. കൊഗ്നിസബിൾ ഒഫൻസ് പഠിച്ച സ്ഥിതിക്ക് നോൺ കൊഗ്നിസബിൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ആ നോൺ കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നതാണ് നോൺ കൊഗ്നിസബിൾ ഒഫൻസ്. അതായത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വാറന്റ് ഒന്നും വേണ്ടാത്ത കുറേ കുറ്റങ്ങളുണ്ട്, അതിന് നമ്മൾ കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ എന്താണ്? വാറന്റ് കൂടിയേ തീരുകയുള്ളൂ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാനെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി അന്വേഷണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണം അല്ല. നിർവചനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അന്വേഷണം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയണം. അന്വേഷണത്തെ പറ്റി പ്രതിപാദിക്കുന്നത് CRPCയുടെ സെക്ഷൻ 2H അല്ല. CRPC സെക്ഷൻ 2H ഭാരതീയ നാഗരിക്
സുരക്ഷാ സംഹിതയിൽ ഇതിനെ പ്രതിപാദിക്കുന്ന 2 എന്ന വകുപ്പിലുമാണ്, അല്ല സെക്ഷൻ 2 എന്നിലുമാണ്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ആദ്യഘട്ടമാണ്. അതായത് ഒരു കേസിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്വേഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, കേസിൻ്റെ തെളിവ് ശേഖരണത്തിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യക്തിയോ വ്യവസ്ഥകൾ പാലിച്ച് നടത്തുന്ന നടപടിക്രമം, അതേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അതായത് കേസിൻ്റെ തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യക്തിയോ വ്യവസ്ഥകൾ പാലിച്ച് നടത്തുന്ന നടപടിക്രമത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അന്വേഷണം എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് കുറ്റം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം അല്ലേ. കുറ്റത്തിൻ്റെ നിർവചനം എന്താണ്? CRPC, BNSS, അതായത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒഫൻസ് അഥവാ കുറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നിലവിലുള്ള നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമോ കൃത്യവിലോപത്തിനെയോ ആണ് നമ്മൾ ഒഫൻസ് അഥവാ കുറ്റം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അഥവാ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമോ കൃത്യവിലോപമോ ആണ് CRPC അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കുറ്റം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് നോക്കാം എന്താണ് സമൻസ് കേസ്. നമ്മൾ കേട്ടിട്ടുള്ള സമൻസ് അയച്ചു എന്ന് കേട്ടിട്ടുള്ളത്. നമ്മൾ എന്താണ് സമൻസ് കേസ്? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ക്ലോസ് 2 സബ് ക്ലോസ് W പ്രകാരം അല്ല, CRPC സെക്ഷൻ 2 സബ് ക്ലോസ് 2 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 2 സബ് ക്ലോസ് 1/X പ്രകാരം എങ്ങനെയാണ് സമൻസ് കേസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സമൻസ് കേസ് എന്താണ്? സമൻസ് കേസ് വാറന്റ് കേസ് അല്ലാത്തതും ഒരു കുറ്റത്തെ സംബന്ധിക്കുന്നതുമായ കേസ്. വാറന്റ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വാറന്റ് കേസ് അല്ലാത്തതും ഒരു കുറ്റത്തെ സംബന്ധിക്കുന്നതുമായ കേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമൻസ് കേസ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത കേസ് എന്താണ്? CRPC സെക്ഷൻ 2 സബ് ക്ലോസ് X അല്ലേ. ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിലോ സെക്ഷൻ 2 സബ് ക്ലോസ് 1 എഗെയിൻ സബ് ക്ലോസ് X എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിർവചനം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് വാറന്റ് കേസ് എന്ന് നോക്കിയാൽ, വാറന്റ് കേസ് എന്ന് പറയുന്നത് വധശിക്ഷയോ ജീവപര്യന്തമോ 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റത്തെ സംബന്ധിച്ച കേസിന് മാത്രമേ വാറന്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ തടവ് ശിക്ഷ ആണ് എത്ര? 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ. അതെന്തുവരെയാവാം? ജീവപര്യന്തം വരെയാവാം, പിന്നെയോ വധശിക്ഷ വരെയുള്ളതാവാം. ഇങ്ങനെയുള്ള കേസുകളിലാണ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ട് ആളിനെ അറസ്റ്റ് ചെയ്യുന്നത്. മറ്റെന്താണ് സമൻസ് എന്ന് വെച്ചാലോ ആ പറയുന്ന വാറന്റ് ഇല്ലാത്ത കേസുകളെയാണ് നമ്മൾ സമൻസ് കേസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം CRPC സെക്ഷൻ 4 എന്താണെന്ന് നോക്കാം. CRPC സെക്ഷൻ 4 അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 4 എന്താണെന്ന് നോക്കാം അല്ലെ. CRPC സെക്ഷൻ 4 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 4 എന്താണെന്ന് നോക്കാം. ട്രയൽ ഓഫ് ഒഫൻസസ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്, ഭാരതീയ ന്യായ സംഹിത 2023 ആൻഡ് അതർ ലോസ്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമോ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമോ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ഉള്ള കുറ്റങ്ങളുടെ വിചാരണയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് CRPC സെക്ഷൻ 4 അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 4 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന മേഖലയെ സംബന്ധിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.